ഹലോ. കുറേ ആയി ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഷോർട്ട് വീഡിയോ ഞാനിങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു കുഞ്ഞു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. ഗിഫ്റ്റ് ഹാമ്പറാണ് കേട്ടോ. സർപ്രൈസായിട്ട് ആർക്കെങ്കിലും ബർത്ത്ഡേ, ആനിവേഴ്സറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും കസ്റ്റമൈസ് ആയിട്ടുള്ള എന്ത് സാധനമാണെങ്കിലും നമ്മളെ വിളിച്ചൊന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളത് സെറ്റ് ചെയ്തിട്ട് ഗിഫ്റ്റായിട്ട് അയച്ചു തരും. ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യും കേട്ടോ. ഈ ഗിഫ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയെന്നുള്ളത് നോക്കിയിട്ട് അതിനുള്ള പൈസയും ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സർപ്രൈസ് ചെയ്യിക്കാനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊറിയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾക്കത് അഡ്രസ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അയച്ചു തന്നാൽ അഡ്രസ്സ് അയച്ചു തരിക. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളതൊക്കെ വാങ്ങിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഹാമ്പർ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിവിടെ ബാംഗ്ലൂരാണ്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ നേരിട്ട് കൊണ്ടു കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മളത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് മഷ്റൂം കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ കുറേ ആയി വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അതാണ് കേട്ടോ വോയിസൊക്കെ ഇങ്ങനെ മാറി മാറി പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മഷ്റൂം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഹാമ്പറൊക്കെ ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഷ്റൂം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചൂടുവെള്ളത്തിലൊന്ന് അതിൻ്റെ വിഷാംശമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കടായി ഒന്ന് ചൂടായി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളുത്തുള്ളി, പിന്നെ 2 സവാള, 2-3 പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി ഒന്ന് അടച്ചു വെച്ചു. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ സമയം കൊണ്ട് ഞാൻ മഷ്റൂം ഉപ്പും മഞ്ഞളൊക്കെ കളഞ്ഞ് 2-3 വെള്ളത്തിൽ ഒന്നും കൂടി കഴുകി വെള്ളമൊക്കെ മാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പൊടിയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അധികം പൊടികളൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം ആ മസാലയുടെ കുത്തൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് മാത്രം പൊടികൾ ആഡ് ചെയ്തത്. അതുമാത്രമല്ല എൻ്റെ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മുളക് പൊടി മാത്രം ആഡ് ചെയ്തത്. കുരുമുളക് പൊടി ആണെങ്കിലും 1/4 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണേ. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മഷ്റൂം പെട്ടെന്ന് തന്നെ കുക്കായി വരും. കാരണം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് അടച്ചു വെച്ചതുകൊണ്ട് മഷ്റൂം അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വഴറ്റി ഒന്ന് അടച്ചു വയ്ക്കാം. ദോശക്കായതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ദോശയൊക്കെ ചുട്ടു. അപ്പോൾ മഷ്റൂമൊക്കെ റെഡിയായി ഞാൻ ഓഫ് ചെയ്തു. ഒരു 8 മണിയാകുമ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിച്ചു കേട്ടോ. കുറച്ച് എരിവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പച്ചമുളക് നല്ല എരിവായിരുന്നു എന്ന് തോന്നുന്നു. ഒരു 2-3 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഗിഫ്റ്റ് ഹാമ്പർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തേക്കാം. വേണ്ടവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.